ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ വയനാട്ടിലോട്ട് വന്നതാണ്, എൻ്റെ വീട്ടിലോട്ട് വന്നതാണെന്ന്. എൻ്റെ വീട് വയനാടാണ് കേട്ടോ. അപ്പം വയനാട്ടിൽ വന്നു കഴിയുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ എന്നല്ല, എല്ലാ മക്കളുടെയും എല്ലാ പെൺമക്കളും വീട്ടിൽ വരുമ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരിക്കും അല്ലേ. അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇതുപോലുള്ള കാന്താരി, കറിവേപ്പില ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടുപോകാറ് കേട്ടോ. കാരണം എനിക്ക് ഈ മുളക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ടാണെങ്കിലും കറിയിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നല്ല എരിവ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഒത്തിരി താല്പര്യമാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടോ, വീട്ടിൽ ഒത്തിരി കാന്താരി ഉണ്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇതൊന്നും ഒരിക്കലും അമ്മ നട്ടതല്ല എന്നാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം കിളികൾ കൊത്തി വന്ന് കാട്ടിൽ കൊണ്ടിട്ടിട്ട് അങ്ങനെ വിത്ത് മുളച്ചുണ്ടായതാണ് കേട്ടോ. ഇതൊക്കെ കാട്ടിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുണ്ട് ഇതുപോലത്തെ കൂര കാട്ടിൻ്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ കാന്താരി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. അതിനായിട്ട് അമ്മ പ്രത്യേകിച്ച് വളമോ മണ്ണ് കൂട്ടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് വയനാടിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തിട്ടാലും മുളച്ചു വരും എന്നുള്ളതാണ് ഈ മണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പം വീടൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം വയനാട്ടിലോട്ട് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു കാന്താരി തൈന്ന് ഞങ്ങൾ ഇത്രയും മുളക് പറിച്ചെടുത്തു. ഇനിയുണ്ട് കുറേ പറിക്കാൻ വേണ്ടി. 2 കാന്താരി തൈന്ന് കിട്ടിയ മുളകുകളാണ് കേട്ടോ. അത് മൊത്തത്തിൽ ഞാൻ പറിച്ചെടുത്തിട്ടില്ല. ഞാനും ഉണ്ട്, മോനും ഉണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ അമ്മയുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെയാണ് പറിക്കുന്നത്. മോൻ കുറേ പറിച്ച് അവൻ്റെ പോക്കറ്റിൽ നിറയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് അവൻ്റെ പോക്കറ്റിലും തികയാത്ത അവൻ്റെ കയ്യിലോട്ട് ഇട്ട് തരികയാണ് കേട്ടോ. അങ്ങനെ 2 കാന്താരിയിൽ നിന്ന് കിട്ടിയ മുളകുകളാണ് ഇത്. ഇനിയുണ്ട് കുറേ കാന്താരികളും ബാക്കി പറിക്കാൻ കിടക്കുന്നു. നല്ല വെയിലാണ്, പക്ഷെ ഇത് പറിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ പറിച്ചുകൊണ്ടിരുന്നപ്പം വെയിലൊന്നും വലിയ കാര്യമായി തോന്നിയില്ല. പിന്നെ വയനാട് നല്ല തണുപ്പുള്ള AC ഫിറ്റ് ചെയ്ത പോലെയാണല്ലോ അവിടുത്തെ കാലാവസ്ഥ എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് നിന്നപ്പം വെയിലിൻ്റെ ചൂടും അതും വലിയ പ്രശ്നമാക്കിയില്ല. അങ്ങനെ എല്ലാവരും കൂടെ മുളക് വാരിക്കൂട്ടി പറിക്കുകയാണ്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ഉപ്പിലിടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി കിട്ടിയതെല്ലാം പറിച്ച് ഞങ്ങളിതാ പാത്രത്തിലിടാണ്. പല കാന്താരികളിൽ നിന്നായിട്ട് കിട്ടുന്ന മുളകുകളാണ്. അപ്പോൾ അവിടെ കൂടെ കുറേ കറിവേപ്പിലേൻ്റെ ഇല, ഇത് കണ്ടോ, അതുപോലെ തന്നെ കറിവേപ്പിലേൻ്റെ ഇലയാണിത്. ഇതൊന്നും നട്ടുണ്ടാക്കുന്നതല്ല, ഇതെല്ലാം വീണ് മുളച്ചുണ്ടാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണത്. എന്ത് വീണാലും ഉണ്ടാവുന്ന നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. ഇതാ കറിവേപ്പിലേൻ്റെ മരമാണ് ആ മരമാണത്. അതിൽ നിന്നുണ്ടായ തൈകളാണത്. അങ്ങനെ ഏകദേശം ഞങ്ങൾക്ക് ഇത്ര മാത്രം കാന്താരി മുളകാണ് കിട്ടിയത്, ഒരു 3 തെടിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതിലേക്ക് വന്നു. ഇവിടെ അതുപോലെ തന്നെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല കാടാണ് കേട്ടോ. മഴ പെയ്തപ്പോഴത്തേക്കും കാടങ്ങ് മേലോട്ട് കയറി വന്നേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് പറിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നേ. കാരണം ഇവിടെ പാമ്പൊക്കെ അധികം ഉണ്ടാകുന്ന സ്ഥലമാണ്. കണ്ടില്ല നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല കാടുള്ള പ്രദേശമാണ് ഈ ഒരു ഏരിയ. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് പറിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ഇത് അമ്മ നട്ടതാട്ടോ. ഈ മുളക് കണ്ടാൽ അറിയാമല്ലോ, ഇത് അമ്മ നട്ടുണ്ടാക്കിയതാണ്. അതിന് വളവും കാര്യങ്ങളൊക്കെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പുഴുവും തിന്നുപോയിട്ടുണ്ട്. മറ്റേത് അമ്മ മൈൻഡൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു പുഴുവും തിന്നില്ല, നല്ല വൃത്തിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കാന്താരി. ഇത് കോഴിക്കോട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇതുപോലെ ഉണ്ടാവാറില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാവാറില്ല. ഞങ്ങളെ വീട്ടിൻ്റെ അങ്ങോട്ടൊന്നും ഇതുപോലൊന്നും ഉണ്ടാവാറില്ല. എൻ്റെ സ്വന്തം വീട് വയനാട്ടിലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ നന്നായിട്ട് എന്ത് കൃഷി ചെയ്താലും നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നത് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വഴുതനങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ ഇതുപോലെ തന്നെ ഒത്തിരി ഉണ്ടായി. നമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പറിക്കുമ്പോൾ മൊത്തം. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ എൻ്റെ കോഴിക്കൂടാണ്. 3-4 കോഴികളുണ്ടായിരുന്നു. പിന്നെ അവർ ഉപേക്ഷിച്ചു, കാരണം പാമ്പിനെ പേടിച്ചിട്ട്. കാരണം കോഴികളുടെ കോഴിത്തീട്ടത്തിൻ്റെ മണം വന്നിട്ടുമ്പോഴത്തേക്കും പാമ്പ് വരുമെന്ന് ആരോ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവർ ആ കോഴികളെയൊക്കെ വിട്ടൊഴിവാക്കി. അങ്ങനെ മോനും അമ്മയും കൂടെ അടുത്ത കാന്താരി തേടി പോയേക്കുവാണ്. അപ്പം ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇവിടെ വരുന്നതേ എനിക്ക് സന്തോഷമാണ്. ഈ കാടും ഇലയും പച്ചപ്പും കുറേ ചെടികളും ഇലകളും എല്ലാം ഒരു പ്രത്യേക ഇഷ്ടമാണെന്ന്. ഞാൻ ജനിച്ച് വളർന്ന നാടാണല്ലോ. എപ്പോഴും നമ്മൾ ജനിച്ച് വളർന്ന നാടിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത്രമാത്രം കാന്താരി കിട്ടി. ഇതിന് മുമ്പ് ഈ ഒരു ചെടിയിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയിട്ട് ഉപ്പിലിടുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അത് ഏകദേശം 1000 പേര് കണ്ടു. ആദ്യമായിട്ട് എൻ്റെ ഒരു ലോങ് വീഡിയോ 1000 പേര് കാണുന്ന ഒരു ലോങ് വീഡിയോ കൂടിയാണ് കേട്ടോ അത്. ദക്ഷാണെന്ന് ആ വീഡിയോ വീഡിയോ അല്ല, കാന്താരി മുളകെന്ന് ഉപ്പിലിട്ടത്. അപ്പം ഏകദേശം ഞങ്ങളുടെ പറിച്ച് കഴിയാറായി. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കറിവേപ്പിലിൻ്റെ ഇലയും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവൻ പറിച്ചില്ല, കുറച്ചേ പറിച്ചുള്ളൂ. കാരണം കറിവേപ്പില നേരത്തെ പറിച്ച് വെച്ചാൽ വാടിപ്പോവല്ലോ. പക്ഷേ കാന്താരി ആണെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പം ഞങ്ങൾ പറിച്ചു. അതേ കണ്ടില്ലേ, ദക്ഷിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ എടുക്കുന്നത്. അവൻ ഞങ്ങളെ കൊണ്ട് ഒന്നും പറിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറിക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളങ്ങനെ എന്താ പറയുക, ചെടി തൂത്ത് പെറുക്കി ഞങ്ങൾ പറിച്ചുമില്ല. കാരണം ഞങ്ങൾക്ക് പറിക്കാനാവുന്നില്ല. ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടും ഞങ്ങൾക്ക് അങ്ങനെ പറിക്കാൻ പറ്റുന്നില്ല. ആവുന്നത്ര പറിച്ചൊപ്പിച്ചു. അപ്പം ഏകദേശത്തെ ഈ പ്ലേറ്റിൽ കിട്ടി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പറിച്ച് സഹായിക്കുന്നില്ല. അവർ രണ്ടുപേരാണ് മത്സരിച്ച് പറക്കുന്നത് കേട്ടോ. അമ്മമ്മ പകുതിക്കുന്നു പോയി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ നാടും വീടും വിശേഷങ്ങളും. ഇതേ കാണുന്നില്ലേ, ആ കാടിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് എൻ്റെ വീട്. കാണുന്നുണ്ടോ? ഇത് ഞങ്ങളെ മുൻവശമാണ് കേട്ടോ. മുൻവശത്തുള്ളതാണ് ഈ കാട് മൊത്തം ഈ കാണുന്നത്. ഒറ്റ മഴയ്ക്ക് ഒരു മഴ പെയ്താൽ മതി. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ കാട് വീശിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ നാളെയോ ഇതൊക്കെ വീശി കളയോ അമ്മ. അതിനമ്മ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ദാ അനിയത്തിൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു വഴുതനങ്ങ കൂടി കിട്ടി കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു അത്രേ, എല്ലാം പോയി. ഇപ്പോൾ ഒരെണ്ണമാണ് കിട്ടിയത്. എന്താ വെച്ചാൽ മത്തങ്ങൊക്കെ ഉണ്ട് ഈ കാട്ടിൽ. ഇതാ അങ്ങനെ ഏകദേശം ഇത്ര കാന്താരിമുളകും ഇത്ര വഴുതനങ്ങയും കിട്ടി. അപ്പം ദക്ഷിണ അതെല്ലാം കാണിച്ചു തരണം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫോർ നൗ.